ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പറയാം. ഓക്കെ, എന്ത് ബിസിനസ്സിനോ ആരംഭിക്കാൻ ഒരു ടൈറ്റിൽ വേണം. എന്നെക്കൊണ്ട് ആ ടൈറ്റിൽ ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ നിനക്ക് A to Z എല്ലാം ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ പിന്നെ പുതുതായി ഇതൊക്കെ തട്ടിക്കൂട്ടേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നിന്റെ ടൈറ്റിൽ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചത്. രാഹുൽ പ്ലീസ്, നിങ്ങളുടെ ടൈറ്റിൽ ബിസിനസ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്യും. നീ ഒരു ഏജന്റ്, ഒരു പ്ലോട്ടിലുള്ള 5 സെന്റ് സ്ഥലം ടോക്കൺ മാത്രം വാങ്ങി വിൽക്കാൻ തീരുമാനിച്ചു. രജിസ്ട്രേഷന് മുമ്പ് തന്നെ നിന്നോട് പറയാതെ ആ കസ്റ്റമർ മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ശവകുടീരം ഉണ്ടാക്കി. അതുകൊണ്ട് അതിന് ചുറ്റിലുള്ള ഒരു പ്ലോട്ടും വിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതോ നീ ആ സമാധി നശിപ്പിക്കുമോ? ആരെങ്കിലും വാങ്ങിയ പ്ലോട്ടിൽ സമാധി കിട്ടൂ? അങ്ങനെ ആരും ചെയ്യില്ല. ചെയ്തിട്ടുണ്ടെന്ന് കരുതി മറുപടി പറയണം. അയാൾക്ക് ക്യാൻസർ 4th സ്റ്റേജിലുള്ളൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവളുടെ കൂടെ സ്വന്തം വീട്ടിൽ ജീവിക്കണമെന്ന് ആശയമുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് അയാളുടെ ഭാര്യയുടെ ഒരു ആഗ്രഹമെങ്കിലും നിറവേറ്റി കൊടുക്കാൻ സാധിച്ചാൽ ഇപ്പോൾ കയ്യിലുള്ള മുഴുവൻ പണം ഉപയോഗിച്ച് പ്ലോട്ടിന് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു. അതിനുശേഷം അയാളുടെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അവിടെ തന്നെ ഒരു സമാധി ഉണ്ടാക്കി വീടുമുണ്ടാക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. അങ്ങനെയെങ്കിൽ നീ എന്ത് ചെയ്യും? അയാൾ പ്ലോട്ടിന്റെ മുഴുവൻ എമൗണ്ടും കൊടുത്തോ? സമാധി ഉണ്ടാക്കിയതിന് ശേഷം തരാമെന്നാ പറഞ്ഞേ. എന്നെ കൊണ്ട് സമാധി വാങ്ങാത്തൊന്നും സഹിക്കാൻ പറ്റില്ല. അവരുടെ അടുത്ത് ഇതിലും കൂടുതൽ പൈസ ഞാൻ ചോദിക്കും. എന്നല്ല, സമാധി ഉള്ളതുകൊണ്ട് ചുറ്റുമുള്ള പ്ലോട്ടൊന്നും വിൽക്കാൻ പറ്റാതായി. ആരും വാങ്ങാൻ വരുന്നില്ല. ഇപ്പോൾ നീ എന്ത് ചെയ്യും? സമാധി നശിപ്പിക്കുമോ അല്ലെങ്കിൽ നീ തോറ്റെന്ന് സമ്മതിക്കുമോ? യഥാർത്ഥത്തിൽ നടന്നെന്താണെന്നറിയോ? നമ്മുടെ ജാഗ്രത കുറവാ. അതുകൊണ്ട് തന്നെ ഞാനൊരു പരാജയമാണ്. എന്നാൽ എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാനത് വിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ പ്രശ്നമുള്ളതും വിലയില്ലാത്തതുമായ പ്ലോട്ടും നീ വിൽക്കും? മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ശരി, നോക്കാം. നമ്മൾ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെയാണ്. 1 വർഷം മുമ്പ് എവിടെയായിരുന്നാലും ജനങ്ങൾ കണ്ണുമൂടി പറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങിക്കൂട്ടുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ സ്ഥലം വാങ്ങിയത്. 30 പ്ലോട്ടിൻ്റെ പ്ലാൻ ഉണ്ടാക്കി. ടൗണിൽ വീടുള്ള ദൂരസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഗവൺമെൻറ് ജോലിക്കാരെയാണ് ഞാൻ നോട്ടമിട്ടത്. അതുമാത്രമല്ല, ചൂടപ്പം പോലെ പ്ലോട്ട് വിറ്റ് തീരുമെന്ന് ഞാൻ കണക്കൂട്ടി. എന്നാൽ ആരും വാങ്ങാൻ വന്നില്ലല്ലേ? അതെ, അതുകൊണ്ടാണ് റോഡും കറണ്ടും ഒന്നും ഇല്ലാതെ അങ്ങനെ തന്നെ നിലനിർത്തിയത്. ഒരാളും സ്വന്തം സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. വികസനം ഇതിൻ്റെ മറുവശത്താണ് നടക്കുന്നത്. ഈ റോഡ് വെറും വില്ലേജിലേക്കാ. ഇതിൻ്റെ മറ്റേ അറ്റത്താണ് ടൗണിൻ്റെ കണക്ഷൻ. അതുകൊണ്ടാണ് എല്ലാവരും ആ ഭാഗത്തേക്ക് പോകുന്നത്. അതെ, നിന്റെ ടാസ്ക് ഇതാണ്. ഈ പ്ലോട്ടിൽ ഒന്നെങ്കിലും നീ വിൽക്കണം. ഓരോ പ്ലോട്ടും 2.5 സെൻറ്റുണ്ട്. 2.5 ലക്ഷമെങ്കിലും കിട്ടണം. രാഹുൽ, ഞാൻ പോട്ടെ, നീ വരുന്നോ? ഇല്ല, ഞാൻ ഹോട്ടലിൽ വന്നോളാം. നീ വയ്ക്കോ.
നമസ്കാരം. ആരാ, എന്താ വേണ്ടേ? വെറുതെ കാണാമെന്നാ. ഇപ്പഴാ ഓണർ പുറത്തോട്ട് പോയത്. അവരുണ്ടായിരുന്നെങ്കിൽ നിങ്ങക്ക് തോട്ടം മുഴുവൻ ചുറ്റി കറങ്ങായിരുന്നു. വൈകുന്നേരം വന്നു നോക്ക്. കാറിൽ പോയ ആളാണോ? അതെ, കാർ ഓടിക്കുന്നതാ ഓണർ. വേറൊരാളുണ്ടല്ലോ. അത് സാറിന്റെ ഫ്രണ്ടാ. അയക്കും തോട്ടമുണ്ടോ ഇവിടെ? ഇല്ല, അവരൊരു നല്ല സ്ഥലത്തിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. സാറേ, മുതലാളി നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട്. ശരി, വരാം. ഹായ് സാർ, രാഹുൽ. ഹലോ. ഹായ്. എൻ്റെ തോട്ടം എങ്ങനെയുണ്ട്? വളരെ കാം ആൻഡ് ക്വയറ്റാണ് സാർ. പക്ഷേ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് അതിശയം. വിദേശത്ത് പോയി നല്ല പൈസ ഉണ്ടാക്കി, കൂടാതെ മക്കളുടെ അടുത്ത് നല്ല കാശുണ്ട്. എന്നിട്ടും എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന്. ഞാനും പണ്ട് നിന്റെ വയസ്സിലെ കൃഷി ചെയ്ത് ജീവിക്കാമെന്നാണ് കരുതിയത്. എന്നാൽ അച്ഛനും അമ്മയും കൃഷി ചെയ്യാൻ സമ്മതിച്ചില്ല. പഠിച്ച പഠിപ്പിന് പറ്റിയ എന്തെങ്കിലും ജോലി ടൗണിൽ പോയി ചെയ്യാനാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ സമയം കിട്ടിയില്ല. അതാ എൻ്റെ കുടുംബത്തിനെ കൊണ്ട് കിട്ടിയത്. ഇഷ്ടമില്ലാത്ത ജോലി എന്തിനാ സാർ ചെയ്തത്? രാഹുൽ, നമ്മൾ അതിലുള്ള വിജയവും പരാജയവുമാണ് ശ്രദ്ധിക്കുക. അതിലും ചില കാര്യങ്ങളിൽ പരാജയപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ വിജയം എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള വഴിയെ ഓടിപ്പോകും. അങ്ങനെ വിജയത്തിൻ്റെ പിന്നാലെ ഓടി ഓടി ആയുസ് തീർന്നു. ഞാനേ ഈ തോട്ടം വാങ്ങിയ ശേഷം മനസ്സിലാക്കിയ കാര്യം നിന്നോട് പറയാം. സാമ്പത്തിക വിജയങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല സാർ. വിജയം മാത്രം. ഈ വയസ്സിൽ നിനക്കത് മനസ്സിലാകില്ല മോനെ. അതുപോട്ടെ, നിങ്ങളെന്താ ചെയ്യുന്നത്? കൃഷിക്കാരനാ? അല്ലല്ല, ഞാനൊരു ചെറിയ ഫിലിം ബിസിനസ് ചെയ്യുന്നു. പുതിയ പടത്തിന് വേണ്ടി ലൊക്കേഷൻ നോക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ റിയൽ എസ്റ്റേറ്റ് ഫ്രണ്ട് പറഞ്ഞത് ഇവിടെ ഒരു സ്ഥലമുണ്ട്, അതൊന്ന് നോക്കാൻ വന്നതാ. എൻ്റെ സിനിമയ്ക്ക് ഇത് പറ്റുമെന്ന് നോക്കിയതാ. ഈ സ്ഥലങ്ങളൊക്കെ ആരാ വാങ്ങുന്നത് ഇവിടെ? നിങ്ങളുടെ വയസ്സിലുള്ള ഒരു അധികവും. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ. എന്നാൽ സമ്പാദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഷയമാണ്. എവിടെയെങ്കിലും ഒരു ഫാം ഹൗസ് കെട്ടി റിട്ടയർമെന്റ് ജീവിതം അവിടെ ജീവിക്കാൻ ആശ. ലാൻഡ് റേറ്റ് ഒന്നും അവർക്കൊരു വിഷയമല്ല. ഇപ്പൊ എന്ത് വിലയുണ്ട്? ഇപ്പൊ തന്നെ റേറ്റ് 10 മടങ്ങ് കൂടിയിട്ടുണ്ടെന്നാ കേട്ടത്. ഇനിയും കൂടാനാ ചാൻസ്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് അയൽക്കാരുണ്ടാവുമെന്ന്.